താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലാ സെക്രട്ടറിയും MLA-യും ആയിരുന്ന പി രാജുവിന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. അങ്കമാലി കുറുമശ്ശേരി പാറക്കടവ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിലാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. ഈ നാടിനോട്, ഈ പ്രസ്ഥാനത്തോടെല്ലാം തന്നെ വിട പറയേണ്ടി വന്നത് ഒരു ശുദ്ധനായ കമ്മ്യൂണിസ്റ്റിന് അതിന് നൽകാനുള്ള ഏറ്റവും വലിയ ബഹുമതി എന്ന് പറയുന്നത്, ട്രിബ്യൂട്ട് എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൽ അദ്ദേഹം സമൂഹത്തിനും ജനതയ്ക്കും നാടിനും നൽകിയ നന്മകൾ എല്ലാ അർത്ഥത്തിലും അനുസ്മരിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഇടപെടലുകളാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന പലതുമുണ്ട്. ഇവിടെ പതാക ഉയർത്തിയ സഖാവിൻ്റെ പ്രായം ഞാൻ ഊഹിക്കുകയാണ്. 75 വയസ്സ് പിന്നിട്ട് കഴിഞ്ഞാൽ അതെല്ലാം തന്നെ ഈ പറയുന്നത് പോലെയുള്ള അനാഥ മന്ദിരങ്ങളിലേക്ക് നടതള്ളപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്വീകരിക്കുകയാണ്. 75 വർഷക്കാലം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ബാല്യ, കൗമാര, ശൈശവ ദിശകളിലെ എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ദുരിതങ്ങളെയും ദുരന്തങ്ങളെയും അതിജീവിച്ച് കാലുറപ്പിച്ച് മണ്ണിൽ നിൽക്കാനുള്ള ഒരു ഇടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേടിക്കൊടുത്ത ആളുകൾ 75 വയസ്സായാൽ അവർ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതൃത്വ സ്ഥാനത്തും വേണ്ടതില്ല എന്ന് ഒരു പാർട്ടി കമ്മിറ്റി തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ബുദ്ധി എത്രമാത്രം ചെറുതായി പോയി എന്ന് നമ്മൾ ആലോചിക്കണം. CPI മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറിയും പറവൂർ മുൻ MLA-യുമായിരുന്ന പി രാജുവിന്റെ 1ാം ചരമവാർഷികം ജനകീയ വികസന മുന്നണി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. അങ്കമാലി കുറുമശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന അനുസ്മരണം സേവ് CPI ഫോറം പാലക്കാട് ജില്ലാ സെക്രട്ടറി പി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ രാഹുൽ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പി രാജു മെമ്മോറിയൽ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനം HSP സംസ്ഥാന സെക്രട്ടറി KT അനിൽകുമാർ നിർവഹിച്ചു. സമ്മേളനത്തിൽ ജനകീയ വികസന മുന്നണി എറണാകുളം ജില്ലാ കമ്മിറ്റി ചെയർമാൻ G ഗോകുൽദേവ്, സേവ് CPI ഫോറം പാലക്കാട് ജില്ലാ ട്രഷറർ ജോൺസൺ, പാലക്കാട് മണ്ഡലം സെക്രട്ടറി TA കൃഷ്ണൻ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ശാരദ ഉണ്ണികൃഷ്ണൻ, ജനകീയ വികസന മുന്നണി എറണാകുളം ജില്ലാ കമ്മിറ്റി കൺവീനർ NK നികേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഞാൻ ആദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാകുന്നത് കേരളത്തിൻ്റെ വിപ്ലവ നായിക സഖാവ് KR ഗൗരിയമ്മ രൂപം കൊടുത്ത ജനാധിപത്യ സംരക്ഷണ സമിതിയുടെ യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായാണ് ഞാൻ പ്രവർത്തനം തുടങ്ങുന്നത്. ഞങ്ങളൊക്കെ കുഞ്ഞമ്മ എന്ന് വിളിക്കുന്ന, നിങ്ങളൊക്കെ ഗൗരിയമ്മ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന സഖാവ്, ഞങ്ങളുടെ സഖാവിന് 2 പ്രത്യേകതകളായിരുന്നു. സഖാവിൻ്റെ ഭർത്താവ് CPI-യിലും സഖാവ് CPM-ലും. കുഞ്ഞമ്മയുടെ കുടുംബജീവിതം തന്നെ തകരാനിടയായത് ആ പാർട്ടിയുടെ പിളർപ്പാണ്. അപ്പോൾ തൻ്റെ ജീവിതം തന്നെ കേരളത്തിൻ്റെ ചരിത്രമാക്കി മാറ്റിയ സഖാവ് പലപ്പോഴും ഞങ്ങളോട് പറയുമായിരുന്നു, ലാത്തിക്ക് കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ കഴിയുമായിരുന്നു എങ്കിൽ എനിക്ക് നിരവധി കുഞ്ഞുങ്ങൾ ഈ മണ്ണിൽ ഓടിക്കളിച്ചേനെ. അത്രയധികം ത്യാഗം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പൂർവികരായ നേതാക്കന്മാർ നമുക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ടല്ല, അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ല. ആ തലമുറയെ നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ല അവർ ജീവിച്ചത്. അവർ ജീവിച്ചത് ഈ നാടിന് വേണ്ടിയിട്ടാണ്. വളരെ ബുദ്ധിമുട്ട് കൊണ്ടാണ് അദ്ദേഹം ആ മരണസമയമൊക്കെ കടന്നുപോയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുസ്മരണം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരുപിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട്